നിതീഷ് കുമാറിന്റെ NDA പ്രവേശനത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഇന്നും ബീഹാറിലാണ്. ഇന്നും നാളെയും യാത്ര ബീഹാറിൽ പര്യടനം നടത്തും. JDU ഒഴികെയുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ യാത്രയിലെത്തുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. പൂർണിയയിൽ കോൺഗ്രസ് മഹാറാലിയും സംഘടിപ്പിക്കുന്നുണ്ട്. നിതീഷിന്റെ അപ്രതീക്ഷിത ചുവടുമാറ്റം ബീഹാറിൽ പ്രവേശിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് വെല്ലുവിളിയാണ്. ബീഹാറിൽ പ്രതിപക്ഷ ഐക്യ സന്ദേശം യാത്രയിലൂടെ പ്രകടമാക്കാനിരുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്ന് JDU ഇല്ല. സംസ്ഥാനത്തെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളായ RJDയെയും CPIMനെയും CPIയെയും ഒപ്പം നിർത്തുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. കിഷൻഗഞ്ച് വഴിയായിരുന്നു യാത്രയുടെ ബീഹാറിലേക്കുള്ള പ്രവേശനം. ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനുമേറ്റ ക്ഷതങ്ങൾ മറികടക്കാൻ വിവിധ പരിപാടികളാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് അണിയറയിൽ ഒരുക്കുന്നത്. പൂർണിയയിലെ റാലിക്ക് പുറമെ കത്തിഹാറിലും റാലി സംഘടിപ്പിക്കുന്നുണ്ട്. പൂർണിയയിലെ റാലിയിലേക്ക് പങ്കെടുക്കാൻ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനും CPIML ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യയ്ക്കും ക്ഷണം നൽകിയിട്ടുണ്ട്. 2 ദിവസത്തെ പര്യടനത്തിനു ശേഷം യാത്ര വീണ്ടും ബംഗാളിലേക്ക് കടക്കും. 24 ഡൽഹി. അപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര അതിൻ്റെ 2ാം ഘട്ടം ബീഹാറിലേക്ക് കടക്കുമ്പോൾ അവിടെ തിരിച്ചടിയാണ്. ബംഗാളിലേക്ക് കടക്കുമ്പോൾ അവിടെ മമത ഇത്തരത്തിലുള്ള ഐക്യ ചർച്ചകൾക്ക് അനുഗുണമായ നിലപാടുകളല്ല സ്വീകരിക്കുന്നത്. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.